ഹലോ ഗായ്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോളോവറിന്റെ ഒരു സാക്ഷ്യമാണ്. നമ്മൾ കുറെ നാളിങ്ങനെ സാക്ഷ്യ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ ഫോളോവറിന്റെ സാക്ഷ്യമാണ്. നമുക്ക് അതിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനാണെങ്കിൽ ഫോളോവേഴ്സിന് ഇങ്ങനെ വചനം പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് പ്രെയർ റിക്വസ്റ്റ് പറയുമ്പോൾ ഏതാണ് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള ഞാൻ വചനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെയിൽ അയക്കാം. മെയിൽ ഐ ഡി എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക. മെയിൽ അയക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. കാരണം നേരത്തെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു, പക്ഷേ എനിക്ക് വാട്സപ്പും മെയിലും ഇൻസ്റ്റഗ്രാമും എല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന കുറച്ച് പാടായതുകൊണ്ടാണ് മെയിലിൽ മാത്രമായിട്ട് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള മെയിൽസിന് റിപ്ലൈ കൊടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ എല്ലാം കൊടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെയിൽ അയച്ചാൽ മതി. മെയിൽ റിപ്ലൈ തരുന്നതായിരിക്കും വചനമായിട്ട്. അപ്പോൾ നിങ്ങൾ ചൊല്ലേണ്ടത് 33 ദിവസം 33 തവണ ചൊല്ലാനാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരുടെ സാഹചര്യം നോക്കിയിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നത്. ചിലർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാറാനുള്ള വചനമായിരിക്കും വേണ്ടത്, ചിലർക്ക് വിസ്തടസ്സം മാറാനുള്ള വചനമായിരിക്കും വേണ്ടത്, ചിലർക്ക് മക്കളുണ്ടാകാനുള്ള വചനമായിരിക്കും വേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം നോക്കിയിട്ടായിരിക്കും ഞാൻ വചനം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെയിൽ അയച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. വാട്സപ്പിലും മെയിലും എല്ലാം കൂടെ തരരുത്. കാരണം ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന മെയിലിൽ മാത്രമാണ്. അപ്പോൾ വാട്സപ്പും എല്ലാം കൂടെ എനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ മെയിൽ ഞാൻ പെട്ടെന്ന് റിപ്ലൈ മാക്സിമം കൊടുത്ത് തീർക്കാറുണ്ട്. ലാഗ് ചെയ്യിപ്പിക്കാണ്ട് തന്നെ കൊടുത്ത് തീർക്കാറുണ്ട് റിപ്ലൈസ്. അപ്പോൾ അതിൽ നിങ്ങൾ പ്രെയർ റിക്വസ്റ്റ് അയച്ചിട്ട് നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ വാട്സപ്പ് നമ്പർ മെയിൽ വഴി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞ് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേർക്ക് അനുഭവമായിരിക്കും, അതൊരു പ്രചോദനമായിരിക്കും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രെയർ റിക്വസ്റ്റ് അയക്കുന്നുണ്ടെങ്കിൽ മെയിൽ അയച്ചാൽ മതി. അപ്പോൾ ഞാൻ മെയിൽ ഐ ഡി എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ആളുടെ സാക്ഷ്യം കേട്ടു നോക്കാം. ഹലോ ചേച്ചി, എൻ്റെ പേര് അന്മരിയ. ഞാൻ കോഴിക്കോട് നിന്നാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു വിസ തടസ്സം ഉണ്ടായിട്ട് ഞാൻ ചേച്ചീനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്കൊരു വചനം തന്നായിരുന്നു. ആ വചനം ഉപയോഗിച്ച് 33 ദിവസം 33 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞായിരുന്നു. 33 ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ കാര്യം സാധിച്ചിട്ട് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു ആൻ. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ. കാരണം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് റിപ്ലൈസ് കൊടുക്കുന്നതും ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട്. കാരണം എനിക്കിതുകൊണ്ട് പേഴ്സണലി യാതൊരു ബെനിഫിറ്റും ഇല്ല. പിന്നെ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്കും പ്രാർത്ഥിക്കാൻ പ്രചോദനം കിട്ടും, ഒരുപാട് പേരിലേക്കും വചനം എത്തും എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഒരു ശുശ്രൂഷയിൽ എന്നോട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രെയർ റിക്വസ്റ്റ് അയക്കുക. ഞാൻ എന്തായാലും പേഴ്സണലി റിപ്ലൈ തരുന്നതായിരിക്കും വചനം. അപ്പോൾ നിങ്ങളത് ചൊല്ലിയാൽ മതി. ഒത്തിരിയും പേരുടെ സാക്ഷ്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് പലതും എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല കേൾക്കാനായിട്ടൊന്നും. കാരണം അത്ര മെസ്സേജസ് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. കുറേ വർഷങ്ങളായിട്ട് അയക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഇപ്പോൾ കണ്ടു തീർക്കാനും ചെയ്തു തീർക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന മെയിലായതുകൊണ്ടാണ് മാക്സിമം ഞാൻ മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെയിൽ അയച്ചാൽ മതി. പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും റിപ്ലൈ തരും. ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു വചനത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെയിൽ അയക്കുക. നമുക്ക് അതനുസരിച്ചിട്ട് ഞാൻ വാട്സപ്പ് നമ്പർ തരാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം പേഴ്സണലി. അങ്ങനെ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരുപാട് പേർക്ക് പ്രചോദനം കിട്ടും നമ്മൾ അങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ സാക്ഷ്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പിന്നെ പ്രാർത്ഥിക്കാൻ പ്രചോദനം കിട്ടും. ബാക്ക്ഗ്രൗണ്ടിൽ വാവയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. ഒരു കുഞ്ഞുവാവയുണ്ട്. അപ്പോൾ അവനിപ്പോൾ ഒരു 11 മാസം ആയിട്ടില്ല, 10 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഡിലേ ആവുന്നത്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പോലെ വീഡിയോസും എഡിറ്റിംഗ് ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുവാണ്. എൻ്റെ സാഹചര്യങ്ങൾ ഇതായതുകൊണ്ടാണ് റിപ്ലൈ ലേറ്റ് ആവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ സാഹചര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. നമുക്ക് അതുപോലെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്കും പ്രാർത്ഥിക്കാൻ പ്രചോദനം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവവചനം പ്രഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാൻ ബെല്ലൈക്കൻ ടപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അവർക്ക് ഇടലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ. ആൻഡ് സന്നു സൈനിങ് ഓഫ്. ഇതിൽ മാത്രം അപ്പോൾ നിങ്ങൾക്ക് വചനങ്ങൾ സാക്ഷ്യമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എനിക്ക് ചെയ്തു തന്നു കഴിഞ്ഞാൽ നമുക്കത്
അപ്പോൾ ചേച്ചി എനിക്കൊരു വചനം തന്നായിരുന്നു. ആ വചനം ഉപയോഗിച്ച് 33 വളരെയധികം നന്ദിയുണ്ട്. ഒത്തിരിയും പേരുടെ സാക്ഷ്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വചനത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. പിന്നെ ഒരു കുഞ്ഞുവാവയുണ്ട്. അപ്പോൾ അവനിപ്പോൾ ഒരു 11 മാസം ആയിട്ടില്ല, 10 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഡിലേ ആവുന്നത്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്.